ഡൽഹിയിൽ ഭീകരാക്രമണ ഭീഷണി, തലസ്ഥാനത്ത് ഹൈ അലർട്ട്. IED ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ഡൽഹിയിൽ സുരക്ഷ കർശനമാക്കി. പാക് ബന്ധമുള്ള ഭീകരകണ്ണികൾ പിടിയിലായതിന് പിന്നാലെയാണ് ഡൽഹിയിൽ ജാഗ്രത. ഇവരുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഡൽഹിയിൽ ഇന്ന് ചില പാകിസ്ഥാൻ ഭീകര മൊഡ്യൂളുകളെ കേന്ദ്ര ഏജൻസികളും അതേപോലെ തന്നെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ലഭ്യമായ സൂചനകൾ പ്രകാരം ഈ ഭീകര മൊഡ്യൂളുകൾ രാജ്യ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുവാൻ വേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതികൾ പലയിടങ്ങളിലും, അതായത് BJP ആസ്ഥാനമടക്കം ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും ഈ കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൂടാതെ രാജ്യ തലസ്ഥാനത്ത് സുരക്ഷ അതീവ കർശനമാക്കിയിരിക്കുകയാണ്. BJP ആസ്ഥാനം, പാർലമെന്റ്, അതേപോലെ തന്നെ മന്ത്രിമന്ദിരങ്ങളൊക്കെ തന്നെ സുരക്ഷ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ പാകിസ്ഥാന്റെ ചില ഭീകര സംഘടനകൾ ഇവിടെ ഭാരതത്തിൽ, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് ചില ഭീകരാക്രമണങ്ങൾ നടത്തുവാൻ വേണ്ടി പദ്ധതിയിടുന്നു എന്നുള്ളത് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും പ്രത്യേക നിരീക്ഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ഭീകര മൊഡ്യൂളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇവർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് IED സ്ഫോടനം നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു, അത്തരം തന്ത്രങ്ങളായിരുന്നു ഇവർ ആവിഷ്കരിച്ചത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും ഹൈ അലർട്ടിന്റെ ഭാഗമായി കൂടുതൽ സേനാ വിഭാഗങ്ങളെ രാജ്യതലസ്ഥാനത്തിന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.